വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ വീടുകളിൽ തൊലി കറുത്ത ഏത്തപ്പഴം ഉണ്ടെങ്കിൽ നമ്മൾ കളയാറാണ് പതിവ്. കാരണം അതിനൊരു ചെറിയൊരു സ്മെല്ല് വരാറുണ്ട്. അതിന് വരാതിരിക്കാനുള്ള ഒരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ എന്താ ഞാൻ എടുത്തിട്ടില്ല, ഈ തൊലി കറുത്ത പഴവും പിന്നെ അവലുമാണ് വേണ്ടത്. ഞാൻ 3 കപ്പ് അവലിവിടെ എടുക്കുന്നുണ്ട്. ഇത് സാധാരണ വെളുത്ത അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള അവൽ നിങ്ങൾക്ക് എടുക്കാം, ഏത് അവലായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ അവൽ നമ്മളൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 1.5 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണം. അവലെടുത്തതിൻ്റെ നേരെ പകുതി തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ തേങ്ങയും ചേർത്ത് ഒന്നും കൂടി നമുക്കിത് വറുത്തെടുക്കണം. ഇപ്പോൾ ഇതാ കണ്ടോ, കൈ കൊണ്ട് ഈ പൊടിയുന്ന ആ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏത്തപ്പഴം ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി പഴുത്ത ഏത്തപ്പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായി ഇതുപോലെ ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ കൂട്ടുണ്ടല്ലോ, അത് ഒന്ന് മിക്സിയിൽ നന്നായി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഈ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ഇതുപോലെ തന്നെ സോഫ്റ്റായിട്ടുണ്ടാവണം. അത് പെട്ടെന്ന് തന്നെ ഇതുപോലെ സോഫ്റ്റായി കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അവൽ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും ചേർന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഈ സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര അലിയിച്ചെടുക്കാം. ഞാനിതാ ഇവിടെ 1 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് പാനിയാക്കി അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ശർക്കര ചേർത്ത് ഉണ്ടാക്കുന്ന പലഹാരത്തിന് എപ്പോഴും കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഞാൻ എപ്പോഴും ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ നെയ്യ് മാത്രമേ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വീണ്ടും 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ കറുത്ത ഏത്തപ്പഴമായതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ഇനി വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ പലഹാരത്തിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇത് എന്തായാലും നിങ്ങൾ ഒഴിവാക്കരുത്. അഥവാ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ പലഹാരം ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയിലോ നെയ്യോ ഒന്നും തന്നെ ബ്രഷ് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇത് തണുക്കാനായി ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മളിതാ ഇതിലേക്ക് നന്നായി തന്നെ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഉടനെ തന്നെ നമുക്കിത് കട്ട് ചെയ്തിട്ടും എടുക്കാം. അപ്പോൾ നമുക്ക് വളരെ ഈസിയായി ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അവലും പഴവും ആയതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റാണ് കേട്ടോ ഈ പലഹാരം. ഇത് നമ്മൾ വെറുതെ ഇതുപോലെ വെച്ച് ഒന്ന് തട്ടി കൊടുത്താൽ മതി, തനിയെ താഴത്തേക്ക് വീഴും. ഇതിപ്പോൾ തണുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ വെച്ച ഉടനെ തന്നെ നമുക്കിതാ ഡീമോൾഡ് ചെയ്ത് കട്ട് ചെയ്തിട്ടും എടുക്കാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.